മഴ കനത്തിരുന്ന ഒരു രാത്രി. ക്ലോക്കിൽ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. അരുൺ എന്ന യുവാവ് ഒരു ചെറിയ ഗ്രാമത്തിലൂടെ ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ ഗ്രാമത്തിന്റെ പേര് കല്ലൂർ. ആ ഗ്രാമത്തെക്കുറിച്ച് ഒരു പഴയ കഥയുണ്ടായിരുന്നു. രാത്രിയിൽ അവിടെ ചില സ്ഥലങ്ങളിൽ ആരും പോകാറില്ല. അരുണിന് ഇത്തരം കഥകളിൽ വിശ്വാസമില്ലായിരുന്നു. മഴ കൂടിക്കൊണ്ടിരുന്നു. റോഡിൽ ആരുമില്ല. ബൈക്കിന്റെ ലൈറ്റ് മാത്രം ഇരുണ്ട റോഡിൽ മുന്നോട്ട് തെളിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവൻ റോഡിന്റെ അരികിൽ ഒരു പഴയ വീട് കണ്ടു. ആ വീട് വളരെ പഴക്കം ചെന്നതായിരുന്നു. ജാലകങ്ങൾ ഒടിഞ്ഞിരുന്നു. വാതിൽ പകുതി തുറന്നിരുന്നു. മഴ വളരെ ശക്തമായി വന്നതുകൊണ്ട് അരുൺ ബൈക്ക് നിർത്തി. മഴ കുറയുന്നതുവരെ ഇവിടെ നിൽക്കാം എന്നവൻ വിചാരിച്ചു. അവൻ വീട്ടിനകത്ത് കയറി. അകത്ത് കയറുമ്പോൾ ഒരു തണുത്ത കാറ്റവന്റെ മുഖത്ത് തട്ടി. വീട് മുഴുവൻ പൊടിയും ജാലകങ്ങളുമായിരുന്നു. ആരും വർഷങ്ങളായി ഇവിടെ താമസിച്ചിട്ടില്ലെന്ന് തോന്നി. അരുൺ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ മുകളിലെ നിലയിൽ നിന്ന് ഒരാൾ നടക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ടിക് ടിക് ടിക്. അരുൺ ചിരിച്ചു. കാറ്റായിരിക്കണം എന്നവൻ പറഞ്ഞു. പക്ഷെ ശബ്ദം വീണ്ടും കേട്ടു. ടിക് ടിക്. ഇപ്പോൾ ശബ്ദം കൂടുതൽ വ്യക്തമായിരുന്നു. അവൻ മുകളിലേക്ക് നോക്കി. പടികൾ ഇരുട്ടിൽ മറഞ്ഞിരുന്നു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൻ സ്വയം ധൈര്യം കൂട്ടി. ആരെങ്കിലും ഉണ്ടോ? അവൻ ചോദിച്ചു. പക്ഷെ മറുപടി ഒന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ മുകളിൽ അടഞ്ഞ ശബ്ദം കേട്ടത്. ഭ്രാം! അരുൺ പേടിച്ചു. ഇപ്പോൾ അവൻ മനസ്സിലാക്കി, ഈ വീട്ടിൽ അവൻ ഒറ്റയ്ക്കല്ല. അവൻ പടികളിലേക്ക് നടന്നു. ഓരോ ചുവരും വയ്ക്കുമ്പോൾ പടികൾ കീച്ചെന്ന ശബ്ദമുണ്ടാക്കി. മുകളിലെ നിലയിലെത്തുമ്പോൾ ഒരു നീണ്ട കോറിഡോർ കണ്ടു. അവസാനത്തിൽ ഒരു വാതിൽ. അത് പകുതി തുറന്നിരുന്നു. അകത്തുനിന്നൊരു മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്നു. അരുൺ മന്ദമായി വാതിലിലേക്ക് നടന്നു. അവന്റെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. അവൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് ഒരു പഴയ കസേര മാത്രം. പക്ഷെ ആ കസേര സ്വയം പതുക്കെ ആടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആരുമില്ല, പക്ഷെ കസേര ആടുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം. മന്ദമായി ആരോ പറഞ്ഞു, "നീ എന്തിന് ഇവിടെ വന്നു?" അരുൺ മന്ദമായി തിരിഞ്ഞു. പിന്നിൽ ആരുമില്ല. പക്ഷേ മതിലിലൊരു നിഴൽ. ആ നിഴൽ അവൻ്റേതല്ല, അത് മറ്റൊരാളുടേതായിരുന്നു. അവൻ്റെ പിന്നിൽ ആരോ നിന്നിരുന്നു. അവൻ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് മൊബൈൽ ലൈറ്റ് പെട്ടെന്ന് ഓഫായി. വീട് വീണ്ടും ഇരുണ്ടു. അതിനുശേഷം ആ വീട്ടിൽ നിന്നൊരു ഭയങ്കര അലർച്ച ശബ്ദം ഗ്രാമം മുഴുവൻ കേട്ടു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ആളുകൾ ആ വീട്ടിലെത്തി. അവിടെ അവർ കണ്ടത് അരുണിൻ്റെ ബൈക്ക് മാത്രം. പക്ഷേ അരുൺ അവിടെ ഇല്ലായിരുന്നു. ഇന്നുവരെ ആ വീട്ടിനടുത്ത് രാത്രി പോകുന്നവർ പറയുന്നു, മുകളിലെ നിലയിൽ ഇന്നും ഒരു കസേര പതുക്കെ ആടുന്ന ശബ്ദം കേൾക്കാം. അതാരാണെന്ന് ഇന്നുവരെ ആരും അറിയുന്നില്ല.